ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെയ്തു തീരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥ കേൾക്കാം. അപ്പോൾ കഥയിൽ എങ്ങനെ വെച്ചാൽ നമ്മുടെ മനുശങ്കർ വന്നിട്ട് അവിടേക്കൊന്ന് ശുദ്ധികലശം നടത്തുകയാണ്. അപ്പോൾ എന്നിട്ട് അങ്ങനെ അലീനേനെ കൂട്ടി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. മുത്തശ്ശി ആണെങ്കിൽ അലീനയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് മുത്തശ്ശിക്ക് കേട്ടോ. മുത്തശ്ശി മോളേന്ന് വിളിക്കുന്നുണ്ട്. വിളിക്കാനില്ല, അലീന അടുത്ത് വരുന്നു, പിന്നെ വിവരങ്ങളൊക്കെ പറയാണ്. സങ്കടവും വരുന്നുണ്ട്. അപ്പോൾ പറയും എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി എന്നെ വിളിച്ച് പറയണം എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് വൈജ എന്താ പറഞ്ഞത്, വൈജയന്തി തന്നെ വൈജ എന്താ പറഞ്ഞത് ചോദിക്കുകയാണ്. ഓ ആൻറ്റി വലിയ ഇതൊന്നുമില്ല, പക്ഷേ ആൻറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നറിയും. അപ്പോൾ നമ്മുടെ മനുശങ്കർ പറയുന്നുണ്ട്, നീ എന്തായാലും ബാഗൊക്കെ ഒരു ഭാഗത്ത് വെക്കുക, എന്നിട്ട് നീ പോയിട്ട് നല്ലൊരു ചായ എടുത്തുകൊണ്ട് വാ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അലീന. എന്നിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ദേ എന്താണ് വെയിൽ വന്നല്ലോ മുഖത്ത് അറിയുമ്പോൾ ചിരിക്കും. അപ്പോൾ എന്നാൽ കഴിക്കാനും കൂടെ എടുക്കട്ടെ അറിയും. അപ്പോൾ എടുക്കുക, ഞാനൊന്നും കഴിക്കാതെ രാവിലെ വന്നത്, ബ്രേക്ക്ഫാസ്റ്റും കൂടെ എടുത്തോ എന്ന് പറയാണ് കേട്ടോ. ശരി പറഞ്ഞിട്ട് അങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ അലീന അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ മനു പോയിട്ട് വാതിലടക്കി എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. പറയും, എന്ത് കഷ്ടമാണെന്നറിയോ മോനെ, അതിനെല്ലാവരും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടുകയാണ്, എന്ത് ചെയ്യാമെന്ന് പറയും. അപ്പോൾ പറയും, പാവാണ് മുത്തശ്ശി, ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി, അത് ഇവിടെ പറ്റി ചേർന്ന് നിന്നോളും എന്നൊക്കെ പറയണേ. അപ്പോൾ പറയാണ് കേട്ടോ മനു. അപ്പോൾ മുത്തശ്ശി പറയാണ്, അത് പാവം കൊച്ചാ, അത് എന്നോട് പറയുകയും ചെയ്തു, എനിക്ക് ഈ വീട് ഒരു സ്വന്തം വീട് പോലെയാണ്. അങ്ങനെ തന്നെയാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇവിടെ അവൾ സ്വന്തം വീട് പോലെ നോക്കുന്നത്, ഇവിടെയുള്ള കുട്ടികളൊക്കെ കാണുന്നതും സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ്. പക്ഷേ ഈ വൈജയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ബാലചന്ദ്രൻ പാവമാണ്, പക്ഷേ വൈജ പറയുന്ന പോലെ അല്ലേ അയാൾ ചെയ്യുള്ളൂ. അപ്പോൾ പറയും, പിന്നെ എന്തായാലും പക്ഷെ ഒന്നുണ്ട് കേട്ടോ മുത്തശ്ശി, ആൻറ്റി ഇപ്പോഴും ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ആൻറ്റി എന്താ പറയണത്, പറ്റില്ല അവളിവിടെ നിൽക്കണ്ടെന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട്